ഏറ്റവും പ്രധാനം ഇന്നലെ ആ നിരീക്ഷണം വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇത് കേന്ദ്രത്തെ സംബന്ധിച്ചൊട്ടും പോസിറ്റീവായ നിരീക്ഷണം അല്ല കോടതി നടത്തിയത് എന്ന്. ഇപ്പോൾ ഇടക്കാല ഉത്തരവ് കൂടി വരുമ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് എന്ന് വളരെ പ്രധാനമല്ലേ. ഇനിയിപ്പോൾ മറുപടി സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം സാവകാശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ തീരുമാനങ്ങളിൽ കോടതിയുടേത് അന്തിമം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ ദിലീപ്? അനുജ, ഇടക്കാല ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. ആ ഉത്തരവിലാകട്ടെ 7 ദിവസത്തെ സമയം കേന്ദ്ര സർക്കാരിന് വിശദമായ മറുപടി രേഖാമൂലം നൽകുന്നതിന് അനുവദിച്ചു എന്നത് മാത്രമാണ്. ഇക്കാര്യത്തിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വിശദമായ മറുപടി നൽകുന്നതിന് ഒരാഴ്ച സമയം നൽകണം, ഈ ഒരാഴ്ച സമയം നൽകിയതുകൊണ്ട് മറ്റൊന്നും സംഭവിക്കാനിടയില്ല എന്ന കാര്യം കൂടി വാദത്തിനിടെ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിരുന്നു. അത് പരിഗണിച്ചാണ്, സോളിസിറ്റർ ജനറൽ നൽകിയ ഉറപ്പ് പരിഗണിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നത് വിശദീകരിക്കാനുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം ഈ മറുപടി നൽകണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ തൽസ്ഥിതി തുടരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഭൂമിയുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാവില്ല. ഈ ഒരാഴ്ച സമയം കേന്ദ്ര സർക്കാരിന് അനുവദിച്ചിട്ടുണ്ട് വിശദമായ മറുപടി നൽകാൻ. അതിനുശേഷമായിരിക്കും, കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി കൂടി ലഭിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതി ഇനി ഇക്കാര്യത്തിലുള്ള ഉത്തരവിലേക്ക് കടക്കുക. അനുജ, കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിജ്ഞാപനം വഴി പ്രഖ്യാപിച്ചതോ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോ ആയ വഖഫ് ഉൾപ്പെടെയുള്ള വഖഫ് സ്റ്റേറ്റസിൽ മാറ്റം വരുത്തില്ല എന്നുറപ്പ്, കൂടാതെ നിയമനങ്ങൾ നടത്തില്ല എന്നൊക്കെയുള്ള ഉറപ്പ്. എൻ്റെ ചോദ്യം, ഇത് കോടതി ഇന്നലെ മുതൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് ഏത് തരത്തിലാണിതിൽ? ഇപ്പോൾ അംഗങ്ങളുടെ നിയമനമാണെങ്കിൽ അത് അമുസ്ലിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ സാധുതയെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വഖഫ് ബൈ യൂസർ എന്നുള്ളത് ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ ഏത് തരത്തിലേക്ക് കേന്ദ്രത്തിന് മറുപടി നൽകിക്കൊണ്ട് മറിച്ചൊരു ഉത്തരവ് കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയുമെന്നതാണ്. കേന്ദ്രത്തിനെ സംബന്ധിച്ചത് പണിപ്പെടേണ്ടി വരില്ലേ ദിലീപ്? അനുജ, ഇന്നലെ സുപ്രീം കോടതി പ്രധാനമായും ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സംശയം ഉന്നയിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് കൗൺസിലിലെയും വഖഫ് ബോർഡിലെയും അംഗങ്ങളെ സംബന്ധിച്ചുമുള്ള ആശങ്കകൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുമെന്ന സൂചനയും സുപ്രീം കോടതി നൽകിയിരുന്നതാണ്. ഇന്ന് വാദം തുടങ്ങിയത് തന്നെ ഈ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചത്. ഈ വാദത്തിനിടെയാണ് ഒരാഴ്ച കൂടി സമയം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്? സുപ്രീം കോടതി നേരത്തെ ഉന്നയിച്ച ആശങ്കകളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി ഏതു തരത്തിലായിരിക്കും സുപ്രീം കോടതി ഇക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കുക എന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിശദമായ മറുപടി കൂടി ലഭിച്ചതിനു ശേഷമേ സുപ്രീം കോടതി തീരുമാനിക്കുകയുള്ളൂ. സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരാഴ്ച കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ സമയം നൽകിയിരിക്കുകയാണ്. അതുവരെ തൽസ്ഥിതി തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് വന്നത്. സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ 7 ദിവസത്തെ സമയം സുപ്രീം കോടതി സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ വിശദമായി തന്നെ വാദം കേൾക്കുമെന്നുള്ളതാണ്. ഏത് തരത്തിലേക്കാണ് അതിന്റെ മുന്നോട്ടുള്ള വാദം എന്നൊക്കെയുള്ളതാണ് ഇനി പ്രധാനമാവുക.